പരീക്ഷാ പരിഷ്കരണത്തിന് ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാം വീഡിയോയിലാണ് മോദിയുടെ പ്രഖ്യാപനം. ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനി ടാസ്ക് ഫോഴ്സിന്റെ അധ്യക്ഷനാകും. പരീക്ഷകൾ വിശ്വസ്തവും സുതാര്യവുമാക്കുകയാണ് ലക്ഷ്യമെന്നും നരേന്ദ്രമോദി അറിയിച്ചു. പാർലമെന്റിൽ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. फ्रेंड्स, विद्यार्थियों के भविष्य के लिए भारत सरकार लगातार अनेकविध कदम उठा रही है। जिन लोगों ने विद्यार्थियों के भविष्य के साथ खिलवाड़ किया वे जेलों में सड़ रहे हैं। हमने फास्ट ट्रैक कोर्ट बना चुके हैं। हम कल पार्लियामेंट के अंदर भी कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं। लेकिन हमें भविष्य के लिए सोचना है। हमारी परीक्षा पद्धति विश्वस्त हो, हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो। इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा और जल्द से जल्द आने वाली परीक्षाओं की विश्वसनीयता को सुनिश्चित करने का काम इसके रिपोर्ट के आधार पर कर दिया जाएगा। बहुत बहुत धन्यवाद। ശരത്ത്, എന്തായാലും യുവാക്കളെ കൈവിടാൻ ഒരുക്കമല്ല പ്രധാനമന്ത്രി. അതിൽ 2-3 സൂചനകളുണ്ട്. ഒന്ന്, ഇൻസ്റ്റാഗ്രാമിലാണ് ഈ സന്ദേശം പറയുന്നത്, ഒരു കാര്യം. രണ്ടാമത്തത്, ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ നന്ദൻ നിലേക്കനിയെ തന്നെ കൊണ്ടുവരുന്നതിലൂടെ ആ യുവാക്കളുമായി വളരെ വേഗത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആ നേതൃത്വത്തിലുണ്ട് എന്ന സന്ദേശം നൽകുക കൂടിയാണ്. അതെ രുചീഷ്, അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും. കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മന്ത്രിമാരോട് പറഞ്ഞത്, നിങ്ങൾ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മന്ത്രിപ്പണിക്ക് കൊള്ളത്തില്ല എന്ന രീതിയിൽ പോലും അദ്ദേഹം മന്ത്രിമാരോട് വ്യക്തമാക്കിയതാണ്. യുവാക്കളുമായി കണക്ടിവിറ്റി ആവശ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല കണക്ടിവിറ്റിയാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ കൂടി തന്നെ അദ്ദേഹം നടത്തിയ വലിയ പ്രഖ്യാപനം. കാരണം നിയമം ചോദ്യപേപ്പർ ചോർത്തിയവർക്കുള്ളതാണ്, അല്ലെ അവരെ ശിക്ഷിക്കാനുള്ളത്. എന്നാൽ പരീക്ഷാ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ, അതിനുവേണ്ടി ഹൈ പവർ ടാസ്ക് ഫോഴ്സ് എന്നതാണ് അതായത് ഉയർന്ന കമ്മിറ്റി, ഹൈ പവർ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിരിക്കുന്നു. അത് വളരെ അടുത്ത നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പേ, അല്ലെ അടുത്ത പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് മുമ്പേ ഈ ഹൈ പവർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുമെന്നും അത് നടപ്പിലാക്കുമെന്ന സൂചനയും ആ വാക്കുകളുണ്ട്. കാരണം പരീക്ഷാ സമ്പ്രദായത്തിലെ അല്ലെ ടെക്നോളജിയിലെ പിഴവുകൾ മുതലെടുത്തുകൊണ്ട് ഈ പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തുന്ന നല്ല വ്യക്തികൾക്കെതിരെ, അല്ലെ അതിനുള്ള സമ്പ്രദായത്തിലെ പാളിച്ചകളാണ് പേപ്പർ ചോർത്താൻ കാരണമെന്നൊരു സൂചനയും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൂടുതൽ തന്നോട് അടുപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. നേരത്തെ നമ്മൾ വ്യക്തമാക്കിയ പോലെ ധർമ്മേന്ദ്ര പ്രധാനെ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിക്കുന്നതും എന്തിന് പുതിയ ബില്ല് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ടാസ്ക് ഫോഴ്സ് ഹൈ പവർ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നതും ഒക്കെ താൻ തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ്, പ്രധാനമന്ത്രി തന്നെയാണ് എന്നൊരു മെസ്സേജ് കൂടി യുവജനങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന്, ആരുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു നേതൃത്വം, അല്ലെ ആ രീതിയിലേക്ക് പ്രധാനമന്ത്രി മാറുന്നു എന്നുള്ളതാണ്. അതായത് പാർട്ടികളുടെ സമരം അതിനെ ഒരു പ്രതികാര മനോഭാവത്തോടെയല്ല കാണുന്നത്. അതിനെ പ്രധാനമായും പാർട്ടികൾ നേരത്തെ ചർച്ചയിൽ കൊടുത്ത 5 പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒരു ആവശ്യവും കൂടിയാണ് പിന്നീട് പരിഗണിക്കാൻ മാറ്റിവെച്ച ഒരു ആവശ്യവും കൊണ്ടാണ് പരീക്ഷാ സമ്പ്രദായത്തിലെ പാളിച്ചകൾ പരിഹരിക്കണം എന്നുള്ളത്. അതുകൂടി അത് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്യുന്നു. സാധാരണ പാർലമെന്റ് നടക്കുമ്പോൾ പ്രഖ്യാപനങ്ങൾ പാർലമെന്റിലാണ് നടത്താറ്. ഇപ്പോൾ പ്രധാനമന്ത്രി അതൊക്കെ തെറ്റിച്ചിരിക്കുന്നു. യുവാക്കളുമായിട്ട് നേരിട്ട് കണക്ടിവിറ്റി വരാൻ അദ്ദേഹം അർദ്ധരാത്രിയിലും അല്ലെങ്കിൽ വൈകിട്ടുമാണ് ഇൻസ്റ്റയിലൂടെ ഈ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്നത് നമ്മൾ പ്രത്യേകം കാണണം. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളെ കൈവിടില്ല, യുവാക്കളോടൊപ്പം താനുണ്ട് എന്നൊരു സന്ദേശം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. രുചീഷ്. ശരി ശരത്ലാൽ, എന്തായാലും യുവാക്കൾ കൈവിട്ടാൽ അത് ഭരണത്തിന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിയുകയാണ്. എന്തായാലും യുവാക്കളെ ഒപ്പം ചേർത്തുള്ള ഒരു നീക്കം അവിടെ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു. എന്തായാലും ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് പോയ ഒരു വിഷയം, അതിനുശേഷവും ഇതിന്റെ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അത് ആ യുവാക്കളെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് നന്ദൻ നിലേക്കനി അടക്കമുള്ള ആളുകൾ അതിലേക്ക് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുതുന്നത്.